ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് അഥവാ ഗുണന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 82-ലെ ആദ്യത്തെ 2 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2 സംഖ്യകളുടെ ഗുണനഫലം 713, അതായത് ആഫ്റ്റർ മൾട്ടിപ്ലൈങ് 2 നമ്പേഴ്സ് 713 കിട്ടും. ഡിഫറൻസ് വ്യത്യാസം 8ഉമാണ്. വലിയ സംഖ്യയോട് 1 കൂട്ടിയതും ചെറിയ സംഖ്യകളിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം എത്രയാണ്? അതായത് ബിഗർ നമ്പറിനോട് 1 കൂട്ടിയതും സ്മോളർ നമ്പറിനോട് 1 കുറച്ചതും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചതും ചെറിയ സംഖ്യയോട് 1 കൂട്ടിയതും തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് എത്ര ആണെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സാണ്. ആ 2 നമ്പേഴ്സിനെ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം. ഇവിടെ വലിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് എടുക്കാം. എക്സ് എന്ന് വലിയ സംഖ്യ എടുക്കാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് എഴുതാം. എക്സ് വലിയ സംഖ്യയും വൈ ചെറിയ സംഖ്യയും. അപ്പോൾ വലിയ സംഖ്യയോട് 1 കൂട്ടണം. അപ്പോൾ എക്സിനോട് 1 കൂട്ടുമ്പോൾ നമുക്ക് എന്തെഴുതാം? എക്സ് ആണ് വലുത്. എക്സിനോട് 1 കൂട്ടുമ്പം എക്സ് പ്ലസ് 1. ചെറുതിനോട് 1 കുറയ്ക്കണം, അതായത് വൈ മൈനസ് 1. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ടേമിനെ സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് വൈ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ എക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ സൈന് പ്ലസ് ആണ്. പ്ലസ് എക്സ് ഇൻറ്റു -1. ഇനി നമുക്ക് 1നെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അതിനെ +1 ഇൻറ്റു വൈ എന്ന് എഴുതാം. ഇനി 1നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ +1 ഇൻറ്റു -1. ഇനി നമുക്ക് ഇതിനെ എക്സ് വൈ 1 ഇൻറ്റു എക്സ് ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -x, ഇവിടെ പ്ലസ് ആണ് 2. അപ്പോൾ +y, 1 നെഗറ്റീവ് ആയതുകൊണ്ട് -1. 1 1s are 1. ഇതാണ് പ്രോഡക്റ്റ്. ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എക്സ് വൈ, അതായത് നമ്മുടെ സംഖ്യകൾ എക്സും വൈയും ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് 713 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു 713 ആണ് തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഇവിടെ ബിഗർ നമ്പർ എക്സ് ആണ്. അപ്പോൾ ഡിഫറൻസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8 എന്നും തന്നിട്ടുണ്ട്. ഈ 2 വാല്യൂസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പും കൂടെ എഴുതാം. ഈക്വൽ ടു എക്സ് വൈ. ഇവിടെ എക്സ് മൈനസ് വൈ ആണ്. എക്സിൻ്റെ സൈന് പോസിറ്റീവാണ്, പക്ഷേ ഇവിടെ മൈനസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ മൈനസ് നമുക്ക് പുറത്തെടുക്കാം. ഈ 2ൽ നിന്നും മൈനസ് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സേ ഉള്ളൂ. ഇവിടെ വൈയിൽ നിന്ന് ഒരു നെഗറ്റീവ് പുറത്തെടുത്തു. അപ്പോൾ ഒരു നെഗറ്റീവും കൂടെ എഴുതണം, കാരണം നെഗറ്റീവിൻ്റെ നെഗറ്റീവാണ് പോസിറ്റീവായിട്ട് മാറുന്നത്. -y -1. ഇവിടെ എക്സ് വൈയുടെ വാല്യൂ എത്രയാണ്? 713 ആണ്. മൈനസ് എക്സ് മൈനസ് വൈയുടെ വാല്യൂ 8 ആണ്. -1. ഇനി 713-ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുക. 713-ൽ നിന്ന് 8 പോയി കഴിയുമ്പോൾ 705. 705 -1 എന്ന് പറഞ്ഞാൽ 704. അപ്പം നമ്മുടെ ആൻസർ 704. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ പാർട്ടിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കണം. 1 കുറച്ചതും ചെറിയ സംഖ്യയുടെ 1 കൂട്ടിയതും തമ്മിലുള്ള ഗുണനഫലമാണ്. അപ്പോൾ വലിയ സംഖ്യ നമ്മളിവിടെ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ എക്സിനോട് 1 കുറയ്ക്കണം. അപ്പോൾ എക്സ് -1. ചെറുതിനോട് 1 കൂട്ടണം. വൈ +1. നമുക്കറിയാം ഇവിടെ എക്സ് ആണ് വലുത്.
ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു വൈ, മൈനസ് 1 ഇൻറ്റു 1. അതായത് എക്സ് വൈ പ്ലസ് 1 ഇൻറ്റു എക്സ്, എക്സ് തന്നെ, മൈനസ് 1 ഇൻറ്റു വൈ, വൈ മൈനസ് 1. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് 713ഉം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 8ഉമാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് അങ്ങ് കൊടുക്കാം. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് 713, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇത്ര പ്ലസ് 8 മൈനസ് 1. 713ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 721, 21ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 720 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ട് സംഖ്യകളിൽ വലുതിനോട് 1 കൂട്ടിയതും ചെറുതിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ 5 കുറവാണ്. വലുതിൽ നിന്ന് 1 കുറച്ച് ചെറുതിനോട് 1 കൂട്ടിയാൽ ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ എത്ര കൂടും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും 2 നമ്പേഴ്സായിട്ട് എക്സും വൈയും എടുക്കാം. ഇവിടെ എക്സ് വലുതാക്കി എടുക്കാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് എഴുതി. ഇനി ആദ്യം പറഞ്ഞിരിക്കുന്നത് ബിഗർ നമ്പറിനോട് 1 ആഡ് ചെയ്യുക. അപ്പോൾ ബിഗർ നമ്പർ എക്സ് ആണല്ലോ, എക്സിനോട് 1 ആഡ് ചെയ്തിട്ട് സ്മോളറിനോട് 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ വൈ മൈനസ് 1. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഈ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തതിനേക്കാളും 5 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടും. അത് നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ എന്ന് കിട്ടുമല്ലോ, അതിനേക്കാളിലും 5 കുറവാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് വൈയേക്കാളിലും 5 കുറവാണ്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഒന്ന് സോൾവ് ചെയ്ത് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, 1 ഇൻറ്റു വൈ, വൈ, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5. ഇവിടെ രണ്ടിടത്തും എക്സ് വൈ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താ ഉള്ളത്? മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 5. അല്ലെങ്കിൽ ഈ 1നെ കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് 5. ഈ മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 1 ആയി. മൈനസ് 5 പ്ലസ് 1 എന്ന് പറയുന്നത് മൈനസ് 4 ആണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് പറയുന്നത് വലുതിൽ നിന്ന് 1 കുറച്ച് ചെറുതിനോട് 1 കൂട്ടിയാൽ, വലുതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ എക്സ് മൈനസ് 1. വലുതിൽ നിന്ന് 1 കുറയ്ക്കുക, ചെറുതിൽ നിന്നോട് 1 കൂട്ടുക, അതിൻ്റെ ഗുണനഫലം കാണുക. ഗുണനഫലം കാണുമ്പോൾ സംഖ്യയുടെ ഗുണനഫലത്തേക്കാൾ എത്ര കൂടുതലാണ് എന്നാണ് കാണേണ്ടത്. സംഖ്യയുടെ ഗുണനഫലം എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ഇൻറ്റു വൈ, അതിനേക്കാൾ എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് പ്ലസ് എക്സ്, മൈനസ് 1 ഇൻറ്റു വൈ എന്ന് പറയുന്നത് മൈനസ് വൈ, മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് മൈനസ് 1. ഇതെന്ന് പറയുന്നത് എക്സ് വൈയോട് എത്ര കൂട്ടണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും എക്സ് വൈ ഉണ്ട്, അവിടെയും എക്സ് വൈ ഉണ്ട്. അതായത് ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടാൽ മതിയല്ലോ, ഇതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ എക്സും വൈയും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് 1ൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് നേരത്തെ നിന്ന് എന്താ കിട്ടിയത്?
മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു -4 എന്നാണ് കിട്ടിയത്. മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു -4 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനെ നെഗറ്റീവ് കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് സൈഡിലും സൈൻ മാറ്റി കഴിഞ്ഞാൽ നെഗറ്റീവ് എക്സ് പ്ലസ് എക്സ് ആവും, പ്ലസ് വൈ മൈനസ് വൈ ആവും, -4 പ്ലസ് 4 ആവും. ഇപ്പം എക്സ് മൈനസ് വൈയുടെ വാല്യൂ ഇവിടെ കൊണ്ടുപോയി നമുക്ക് അതിന് 4 എന്ന് കൊടുക്കാം. അപ്പോൾ 4 - 1, 4 - 1 എത്ര? 3. അപ്പം എക്സ് മൈനസ് വൈ -1ൻ്റെ വാല്യൂ എത്ര? 3 ആണ്. അതായത് എക്സ് വൈയുടെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും.